എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ 27 നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒന്നാമത് അശ്വതിക്ക് ഗണപതിയാണ്, ഭരണിക്ക് അന്നപൂർണയാണ്, കാർത്തികയ്ക്ക് ശിവനാണ്, രോഹിണിക്ക് ദുർഗയാണ്, മകയിരത്തിന് മുരുകനാണ്, തിരുവാതിരയ്ക്ക് നാഗരാജനാണ്, പുണർദത്തിന് വിഷ്ണുവാണ്, പൂയത്തിന് ശാസ്താവാണ്, ആയില്യത്തിന് ശ്രീകൃഷ്ണനാണ്, മകത്തിന് വിഘ്നേശ്വരനാണ്, പൂരത്തിന് മഹാലക്ഷ്മിയാണ്, ഉത്രത്തിന് ശ്രീകൃഷ്ണനാണ്, അത്തത്തിന് ദുർഗയാണ്, ചിത്തിരയ്ക്ക് സുബ്രഹ്മണ്യനാണ്, ചോതിക്ക് ശിവനാണ്, വിശാഖത്തിന് വിഷ്ണുവാണ്, അനിഴത്തിന് ശാസ്താവാണ്, തൃക്കേട്ടയ്ക്ക് ശ്രീകൃഷ്ണനാണ്, മൂലത്തിന് ഗണപതിയാണ്, പൂരാടത്തിന് മഹാലക്ഷ്മിയാണ്, ഉത്രാടത്തിന് ശിവനാണ്, തിരുവോണത്തിന് ഭദ്രകാളിയാണ്, അവിട്ടത്തിന് മുരുകനാണ്, ചതയത്തിന് നാഗരാജനാണ്, പൂരുരുട്ടാതിക്ക് വിഷ്ണുവാണ്, ഉത്രട്ടാതിക്കും വിഷ്ണുവാണ്, രേവതിക്ക് ശ്രീകൃഷ്ണനാണ്. അപ്പം ഞാൻ മുൻപ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി അതും പ്രകാരം പറയുമ്പോൾ 5-ാം ഭാവം മനസ്സാണ്, 9-ാം ഭാവം പൂർവ്വ ജന്മസുഹൃതമാണ്. അപ്പോൾ 5-ാം ഭാവവും 9-ാം ഭാവവും ആണ് മന്ത്ര ഉപാസനയ്ക്ക് സ്ഥാനം. അപ്പോൾ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ദേവതയെ, ഇഷ്ടദൈവങ്ങളെ നിങ്ങൾക്ക് ഉപാസിക്കുകയോ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെ ജാതകപരമായിട്ടുള്ള ദോഷങ്ങൾക്ക് പരിഹാരവും കൂടി ആകുന്നതാണ് നമ്മുടെ ഇഷ്ടദേവതമാരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പൂജിക്കുമ്പോൾ. ഹരി ഓം ഹരി ഓം ഹരി ഓം.